നമ്മുടെ ജീവിതയാത്രയിൽ നാം പലരെയും വിശ്വസ്തരായി എണ്ണാറുണ്ട്. അങ്ങനെ എണ്ണുവാനുള്ള കാരണം നമ്മോട് അവർ വിശ്വസ്തരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്തരായ ആളുകളെ പല സമയങ്ങളിലും നാം കണ്ണുമടച്ച് വിശ്വസിക്കാറുണ്ട്. അവരുടെ ഉപദേശങ്ങളാകട്ടെ, അവരുടെ ഗൈഡൻസ് ആകട്ടെ, അതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഇപ്രകാരമാണ് എങ്കിൽ ദൈവവുമായുള്ള കാര്യത്തിൽ എത്രയധികം. നമ്മുടെ നല്ലതു മാത്രം കണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നമ്മുടെ തല്ലുകൊള്ളിത്തരവും നമ്മുടെ കയ്യിലിരിപ്പും എല്ലാം കണ്ടിട്ടും യേശു നമ്മെ സ്നേഹിക്കുന്നു. അതിന് കാരണം നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് തട്ടിമുട്ടി ജീവിക്കുക എന്നതിലുപരി വിജയകരമായ ഒരു ജയജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ലഭ്യമാകാതെ ഇരുന്ന രക്ഷയെ കാൽവറി ക്രൂശിലെ യാഗത്താൽ നമുക്ക് ദാനമായി നൽകിയത്. പ്രിയ ദൈവപൈതലേ, ഈ ദൈവസ്നേഹം കാണാതെ പോകരുത്. ഈ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവികമായ ഇടപെടൽ ഓരോ മേഖലകളിലും ഉണ്ടാകും. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട സാധാരണ മനുഷ്യരിൽ ദൈവം കണ്ട വിശ്വസ്തതയെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്ന ദൈവസാക്ഷ്യത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ മോശ വിശ്വസ്തനായിരുന്നു. ആയതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി മോശയിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവപൈതലേ, നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തത കാണിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജോലി സ്ഥലത്തോ നാം ആയിരിക്കുന്ന എവിടെയും നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ നമ്മെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ആത്മീക കാര്യങ്ങളിലും ദൈവം നമ്മെ ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തയോടെ നമുക്കത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയത് ചിലത് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുകയാണ്. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്റെ സഹഭൃത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ചിന്തനീയമാണ്. അവിടെ കാണുന്നത് ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനെന്ന. അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനു വേണ്ടി അവൻ നിലകൊണ്ടു. യേശു ഏൽപ്പിച്ച കാര്യങ്ങളിലെല്ലാം അവൻ വിശ്വസ്തനായിരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നമ്മെക്കുറിച്ച് അത് പറയുമോ? ഈ ദിവസങ്ങളിൽ നാം ദൈവിക പദ്ധതിയിലേക്ക് അടുത്തു വരണം. അങ്ങനെ ദൈവിക നന്മകൾ നാം അനുഭവിക്കണം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ജീവിതം നാം നയിക്കുകയും വേണം. നാം ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും അതെല്ലാം നമ്മുടെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ യേശുവിനോട് ചേർന്ന് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൈവികമായ പ്രതിഫലമുണ്ട്. അത് തീർച്ചയാണ്. ദൈവവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലേ, നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. തെറ്റിപ്പോയ വഴികൾ, പെട്ടുപോയ വിഷയങ്ങൾ എല്ലാം ഈ യേശുവിന്റെ മുമ്പാകെ ഒന്ന് ഏറ്റുപറ. ഇതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ യേശു നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. അതെ, ആരും നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും സകലരും നിങ്ങൾ തീർന്നു എന്ന് പറയുമ്പോഴും പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതെ, ഒരുപക്ഷെ എല്ലാവരാലും കൈവിടപ്പെടാം, എന്നാലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ചാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ആയിരിക്കുന്ന മേഖലകളിൽ നമുക്ക് വിശ്വസ്തത കാണിക്കാം. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ അശ്രദ്ധമായിരിക്കാതെ നമുക്ക് വിശ്വസ്തത കാണിക്കാം. ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സഹായിക്കുമെന്ന് വിചാരിച്ചവർ സമയമായപ്പോ കൈവിട്ടേക്കാം. സിംഹക്കുഴിയിലും തീച്ചൂളയുടെ നടുവിലും തനിച്ചാക്കാത്ത ഒരു ദൈവത്തെ കുറിച്ചാ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അതെ, നാം ആഗ്രഹിക്കേണ്ടത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളിയാ. ദൈവത്തിൽ നിന്ന് നാം അപ്രകാരം ഒരു വാക്ക് കേൾക്കുന്നെങ്കിൽ അതിൽ പരം ആനന്ദം വേറെ എന്തുണ്ട്? ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തത കാണിക്കാം. അധികത്തിൽ വിചാരകരാക്കുന്ന ദൈവത്തിനടുത്തേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവം നമ്മോട് വിശ്വസ്തത കാണിച്ചില്ലേ? അവന്റെ ദയയും അവന്റെ വിശ്വസ്തതയും ഒന്നല്ലേ നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്? തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അത് അവൻ നിവർത്തിക്കും. ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തന. ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ എതിർത്താലും ആർക്കും തടയാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസം
ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതെ, നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസ്തതയും ദയയും ദൈവത്തിന്റെ സ്വഭാവമാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദൈവം അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാനാണ് കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അവഗണിക്കാതെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയെയും സഹായിപ്പാൻ കടന്നു വരുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് അനുഭവിക്കണം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവവചനത്തിനു മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തിലൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അവരായിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തരായിരിക്കാൻ യേശു അപ്പ അങ്ങ് സഹായിക്കണം. ദൈവപ്രവൃത്തി ഈ ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ, ദൈവജനത്തിലൂടെ ദേശം കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്. സകല നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ യേശുവിനോട് ചേർന്ന് വിശ്വസ്തരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഏത് സീസണിലും നിങ്ങൾ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.